കുറഞ്ഞ മുടക്കുമുതലിൽ ആർക്കും സ്വന്തം വീട്ടിൽ നിന്ന് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുകിട ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു മാനുഫാക്ചറിംഗ് ആണ്. ചെറിയ ഒരു പ്രോസസ്സിങ്ങിലൂടെ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ പ്രോഡക്റ്റ് ആദ്യം നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിച്ച് നോക്കുക. കാരണം പ്രാക്ടിക്കലി കിട്ടുന്ന എക്സ്പീരിയൻസിനോളം വരില്ല മറ്റൊന്നും. നമ്മൾ ഉപയോഗിച്ച് നോക്കി ഫലവത്താണ്, നമ്മൾ പറയുന്ന ഗുണം അതിനുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അതുകൊണ്ട് സാധിക്കും, ഒരു സൊല്യൂഷൻ കിട്ടുന്നുണ്ട് എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇൻഡസ്ട്രിയലി നിങ്ങൾക്ക് പ്രൊഡക്ഷൻ എടുക്കാവുന്നതാണ്. ഈ ഇൻഡസ്ട്രിയലി എന്ന് ഉദ്ദേശിച്ചപ്പോഴത്തേക്കും വലിയ ഇൻഡസ്ട്രി ആയിട്ട് ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. പകരം വീട്ടിൽ നിന്ന് കൊമേഴ്സ്യൽ പർപ്പസിന് വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അത് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുകയാണ് വേണ്ടത്. ചെറിയ ബിസിനസ്സാണ്, ചെറിയ ഐഡിയ ആണ്, ചെറിയ പൈസ മതിയാകും ഇത് തുടങ്ങാനായിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വെറും 100 രൂപയുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് സാമ്പിൾ അടിച്ചു നോക്കാം. ഈ 100 രൂപയ്ക്ക് സാമ്പിൾ അടിച്ചതിന് ശേഷം സ്വയം ഉപയോഗിച്ച് നോക്കുക. ബന്ധുക്കൾക്കോ സ്വന്തക്കാർക്കോ ഇല്ലെങ്കിൽ അയൽവാസികൾക്കോ കൊടുത്തു നോക്കുക. അവരെ കൊണ്ടും പരീക്ഷിപ്പിക്കുക, അതിൻ്റെ വീഡിയോകൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ശേഷം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ എടുക്കാവുന്നതാണ്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ നിരന്തരം ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് ചാനലിലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പ്രോഡക്റ്റിലേക്ക് കിടക്കാം. നമ്മൾ ഗ്ലാസ് എന്നൊരു വസ്തു നിരന്തരം ഉപയോഗിക്കുന്നതാണ്. നമുക്ക് നമ്മളുടെ ജനാലകൾക്കെല്ലാം ഗ്ലാസ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഡോറിന് വരെ ഗ്ലാസ് ഉണ്ടായിരിക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മളുടെ വാഹനങ്ങൾക്ക് ഗ്ലാസുകൾ ഉണ്ട്. അപ്പോൾ ഈ ഗ്ലാസുകൾ എല്ലാം വളരെ വേഗം അഴുക്കാകുന്ന ഒരു പ്രോഡക്റ്റാണ്. കാരണം വായുവും പൊടികളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് കാരണം വളരെ പെട്ടെന്ന് അത് അഴുക്ക് പിടിക്കും. എന്നാൽ നമുക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കഴുകിയാലൊന്നും പോകത്തില്ല, നമുക്ക് സോപ്പിട്ട് കഴിയാലും പോകത്തില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ ഗ്ലാസ്സിന്. എന്നാൽ ഗ്ലാസ് വളരെ ക്ലീനായിട്ട് വൃത്തിയാക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എഴുതിക്കോളൂ. ഏറ്റവും ആദ്യം വേണ്ട ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്ക് വലിയ ക്വാണ്ടിറ്റിയിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ വേണ്ടത് വിനാഗിരിയാണ്, 5 ml. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വിനാഗിരി തന്നെ. പിന്നെ വേണ്ടത് ഹെയർ ഷാംപൂ, അത് വേണം നമുക്ക് 3 ml. ശേഷം വേണ്ടത് വെള്ളമാണ്, 72 ml. അപ്പോൾ ഇവിടെ 72ഉം 3ഉം 75ഉം 5ഉം 80 ml ആണ് ടോട്ടലി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണ് എന്ന് നോക്കാം. വിനാഗിരിയിൽ വെള്ളം ചേർത്ത ശേഷം ഷാംപൂ അതിലേക്ക് ലയിപ്പിച്ച് ചേർക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് പെർഫ്യൂംസ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഒരു സുഗന്ധം കൂടെ കിട്ടിക്കോട്ടെ. എന്നിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ പാക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ലേബലും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് വിതരണത്തിന് എത്തിക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഗ്ലാസ് ഒന്ന് സാധാരണ വെള്ളം കൊണ്ട് കഴുകണം. ഇല്ലെങ്കിൽ നമ്മൾ ഉരയ്ക്കുമ്പോൾ സ്ക്രാച്ചസ് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ പൊടിയും അഴുക്കും എല്ലാം ഒന്ന് കഴുകിക്കളഞ്ഞതിന് ശേഷം ഈ നമ്മളുടെ ലിക്വിഡ് സ്പോഞ്ചിൽ എടുക്കുക. സ്പോഞ്ച് നനച്ചതിന് ശേഷം സ്പോഞ്ചിൽ എടുത്ത് ആ ഗ്ലാസുകളിൽ നന്നായി തേക്കുക. അതിനുശേഷം വെള്ളം സ്പ്രേ ചെയ്തോ ഒഴിച്ചോ ശക്തിയായി ഒഴിച്ചോ ഒക്കെ നിങ്ങൾക്കത് കഴുകി കളയാവുന്നതാണ്. ലാസ്റ്റ് ഇതെല്ലാം കഴിയുമ്പോൾ പത്രക്കടലാസ് ഇട്ട് ഒപ്പിയെടുക്കണം. ഈ വെള്ളം ഏറ്റവും നല്ലതായിട്ട് അത് ക്ലീൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് കൂടി അതിൻ്റെ കൂടെ എഴുതി വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ ലേബലിൽ ഈ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കണം. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.